വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴയുടെ പുഴയോര വിനോദസഞ്ചാര പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തൂക്കുപാലത്തിന്റെ രണ്ടാമത്തെ തൂണിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. എന്നാൽ മൂവാറ്റുപുഴയുടെ സ്വപ്ന പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്താൻ കാലതാമസം നേരിടുന്നതായി ആരോപണം. മൂവാറ്റുപുഴയുടെ പുഴയോര വിനോദസഞ്ചാര വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തൂക്കുപാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. നഗരത്തിലെ ഡ്രീംലാൻഡ് പാർക്കിൽ നിന്ന് തൊടുപടിയാടിന് കുറുകെ പേട്ടയിലേക്ക് നിർമ്മിക്കുന്ന തൂക്കുപാലത്തിന്റെ തൂണുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ലതാ പാർക്കിനോട് ചേർന്നും മണ്ണാങ്കടവിലുമാണ് തൂക്കുപാലത്തിനോടനുബന്ധിച്ചുള്ള തൂണുകൾ നിർമ്മിക്കുന്നത്. ഇവയിൽ ലതാ പാർക്കിനോട് ചേർന്നുള്ള തൂണിന്റെ നിർമ്മാണം പൂർത്തിയായി. ഇപ്പോൾ മണ്ണാങ്കടവിൽ നിർമ്മിക്കുന്ന തൂണിന്റെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചാണ് ലതാ പാർക്കിന് കുറുകെയുള്ള തൂക്കുപാലത്തിന്റെ നിർമ്മാണം 2025 ഫെബ്രുവരിയിൽ ആരംഭിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ അമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് പുഴയോര വിനോദസഞ്ചാര വികസനത്തിനായി അനുവദിച്ച 5 കോടി രൂപ ഉപയോഗിച്ചാണ് തൊടുപടിയാടിന് കുറുകെ പേട്ടയിലേക്ക് തൂക്കുപാലം നിർമ്മിക്കുന്നത്. എന്നാൽ മൂവാറ്റുപുഴയുടെ സ്വപ്ന പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്താൻ കാലതാമസം നേരിടുന്നതായും ആരോപണമുണ്ട്. പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് 1 വർഷം പിന്നിട്ട ശേഷവും തൂണുകളുടെ നിർമ്മാണം പോലും പൂർണ്ണമായും പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെന്നാണ് ആരോപണമുയരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി അവസാനത്തോടെയാണ് തൂക്കുപാലത്തിന്റെ ശിലാസ്ഥാപനം നടത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ 1 വർഷവും 2 മാസവും പിന്നിടുമ്പോൾ ഒരു തൂണിന്റെ നിർമ്മാണം പൂർത്തിയാക്കി രണ്ടാമത്തെ തൂണിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് മൂവാറ്റുപുഴയുടെ ഈ സ്വപ്ന പദ്ധതി പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 2 ഘട്ടങ്ങളിലായി 13 കോടി രൂപയുടെ വിനോദസഞ്ചാര പദ്ധതിയാണ് മൂവാറ്റുപുഴ നഗരസഭ വിഭാവനം ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.